മലയാള സിനിമയെ അമാനുഷികതയുടെയും അമിത നാടകീയതയുടെയും സ്വപ്നലോകത്ത് നിന്ന് സ്നേഹം നിറഞ്ഞ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. ഗാനരചയിതാവിൻ്റെ പേന താഴെ വെച്ച് സത്യൻ അന്തിക്കാട് സംവിധായകനായി മാറിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ജീവിതഗന്ധിയായ കുറേ ചലച്ചിത്രങ്ങൾ. നിത്യജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന ഇടത്തരക്കാരനായ മലയാളിയുടെ മനസ്സിലേക്കാണ് സംവിധായകനായ സത്യൻ തൻ്റെ ക്യാമറ തുറന്നു വെച്ചത്. ആ കാഴ്ചകളും അനുഭവങ്ങളും മലയാളി ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി. ശ്രീനിവാസൻ വന്നപ്പോൾ എൻ്റെ സിനിമയുടെ ഒരു 2ാം അധ്യായം ആരംഭിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ സംഗീതത്തിലും അതുപോലെ 2ഉം 3ഉം അധ്യായങ്ങൾ എന്ന് വേണമെങ്കിൽ തിരിക്കാം. ആദ്യം ശ്യാമും രവീന്ദ്രനും ജോൺസനും, അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള സിനിമ തൊട്ട് സിനിമയുടെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ആചാര്യനായ, അതായത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു അത്ഭുതം പോലത്തെ ഒരു സംഗീതജ്ഞനാണ് ഇളയരാജ ആദ്യമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പടം കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോൺസൺ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്നെ വെച്ച് മാത്രം താൻ പടം ചെയ്യണമെന്നില്ല, വേറെയും മ്യൂസിക് ഡയറക്ടേഴ്സിനെ സമീപിക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഒരു പടം നമുക്ക് ഇളയരാജ വെച്ച് ചെയ്യിപ്പിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ ജോൺസണായിട്ടുള്ള സൗഹൃദം നിലനിൽക്കുന്നതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ജോൺസണോട് എന്ത് പറയും. പക്ഷേ ഒരു 10-15 പടം ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ തൊട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാട്ടുകളെല്ലാം ഒരുപോലെ ആയിരിക്കുന്നു. അത് വെറുതെ ഉള്ളൊരു ആരോപണങ്ങളാണ്. 2, 3, 4 പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ആളുകൾ വർക്ക് ചെയ്താൽ പലരും നേരിടുന്ന ആരോപണം, എല്ലാ പാട്ടുകളും ഒരുപോലെയാണല്ലോ, ഒരുപോലെയല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ജോൺസൺ പറഞ്ഞൊരു വാചകം ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട്, പ്രിയദർശനോടും ശ്രീനിവാസനോടൊക്കെ പറയാണ്ട് വളരെ ടച്ച് ചെയ്തൊരു വാചകം ഉണ്ടായിരുന്നു. സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായത്. അത് സത്യമാണ്. സിനിമയില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായി മാറണമെന്നില്ല. അപ്പോൾ നമ്മൾ ആക്കിയത് സിനിമ കൊണ്ടാണെങ്കിലും ആ സൗഹൃദം നിലനിൽക്കാൻ സിനിമ വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ. താൻ ആരെ വേണമെങ്കിൽ വെച്ച് സംഗീതം ചെയ്തു. ഫാസിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി. 7 മണിക്കകത്ത് കയറി പുള്ളി പൂജയൊക്കെ കഴിഞ്ഞ് കഥ കേൾക്കാനിരുന്നു. ഞാൻ കഥ പറഞ്ഞു കൊടുത്തു, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. പിന്നെ വരാൻ പറയുന്നതാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ സിറ്റുവേഷൻ ഇന്നതല്ലേ എന്ന് വെച്ചാൽ, അതെ, ഒരു ലവ് സോങ് അല്ലേ. ഹാർമോണിയത്തെ കൈവച്ച് പുള്ളി പാടാൻ തുടങ്ങി. ഒരു 2-3 ട്യൂൺ കഴിഞ്ഞപ്പോൾ അതിലൊരു പാട്ട് തിരക്കാരില്ലാത്ത ട്യൂണാണ്. എനിക്ക് തോന്നി ഇത് കൊള്ളാം എന്ന് പറഞ്ഞു, ഫിക്സ് ചെയ്തു. അത്ഭുതം എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്, 7 മണിക്ക് ഞാൻ കഥ പറഞ്ഞിട്ട് 9:30 മണിയായപ്പോൾ 5 പാട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. രാവിലെ 9:30-ക്കുള്ളിൽ അതിൽ 5 പാട്ടുകൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയ സംശയം. ഞാൻ ഫാസിലിനെ വിളിച്ച് പുറത്ത് വന്നിട്ട് വിളിച്ച് ചോദിച്ചു, എൻ്റെ ഒരു കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 5 പാട്ട് ട്യൂൺ ചെയ്തു, 5 പാട്ട് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് തോന്നുന്നതാണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ ഫാസിൽ പറഞ്ഞു, അദ്ദേഹത്തിന് 5 പാട്ട് ട്യൂൺ ചെയ്യാൻ 1 മണിക്കൂർ മതി, 9:30 വരെ എടുത്തുല്ലേ. അദ്ദേഹം വളരെ കൈ തൊട്ടാൽ സംഗീതമാണ്. പക്ഷെ അത് അത്ഭുതകരമായൊരു സത്യമായി മാറി. അതിനുശേഷം ഇളയരാജ എൻ്റെ കൂടെ ഒരു 10-12 സിനിമകളും ഒന്നിച്ച് വർക്ക് ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുകയും എൻ്റെ സിനിമയ്ക്കൊരു പ്രത്യേക കളർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ആദ്യത്തെ പാട്ടാണ് കോടമഞ്ഞിൻ താഴ്വരയിൽ എന്ന പാട്ട്. പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി ഭംഗിയാണ്. ജയറാമേട്ടനും ലക്ഷ്മി ഗോപാലസ്വാമിയാണ് സ്ക്രീനിൽ ഈ പാട്ടിലുള്ളത്. പ്ലസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ്, രാജാ സാറിൻ്റെ മ്യൂസിക്കൽ മാജിക്, കൈതപ്രം സാറിൻ്റെ വരികൾ എല്ലാം കൂടി ആവുമ്പോൾ ഒരു ഫീൽ ഗുഡ് സോങ്. തളരും താമരമലരായി തുടുതുടെ തുടുക്കും പൂങ്കവിൽ
മകനന്റെ മലക്കുടമായി പ്രണയനിലാക്കിരിവാതിൽ പാതി തുറന്നതാരാണ് ഉടമഞ്ഞിൽ താഴ്വരയിൽ കാക്കടപ്പ് പൂക്കുമ്പോൾ പ്രണയനിലാക്കിളിവാതിൽ പാതി തുറന്നതാരാണ് ഒരു നൂറിഷ്ടം കാതിൽ ചൊന്നതാരാണ്